എവിടെയാ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പം നമ്മുടെ അടുത്ത ദിവസം ഗോവയിലെ സെക്കൻഡ് ഡേ ആയിരിക്കുകയാണ്. ഫുള്ള് ബീച്ച് വൈബ് തന്നെ, നല്ല സൈലന്റ് ആണ് ഇവിടെ, ക്രൗഡൊന്നും ഇല്ല. സൗത്ത് ഗോവയിൽ ഏറ്റവും ആ ഒരു ഇന്നലെ ചൂണ്ട ഷെല്ലൊന്നും കിട്ടിയില്ല, സങ്കടമായിരുന്നു. ഇന്നിപ്പോ ഷെല്ല് കിട്ടി. ഇപ്പൊ നമ്മളുള്ളത് രാജ്ബാഗ് ബീച്ചിലാണ്. നമ്മൾ താമസിച്ചതിന്റെ അടുത്ത് തന്നെയാണ് ഈ ബീച്ച് വരുന്നത്. അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചത്. നല്ലൊരു ഫുൾ മൗണ്ടൻസ് ആയിട്ടുള്ള ഒരു നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പൊ അത് കണ്ടിട്ട് പോവാന്ന് വെച്ചാ. ഇതിന് ഷർട്ട് കിട്ടില്ലാണല്ലോ. ഇവിടെ ഏട്ടന്റെ ഷർട്ട് നോക്കി കേട്ടോ, കറക്റ്റ് ബീച്ച് ഷർട്ട് ചെയ്താ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ വന്ന് ഇങ്ങനെ ചോദിക്കേണ്ട ആൾക്കാർ ബോട്ടിംഗ് വേണോ എന്നുള്ളത്. പിന്നെ അത് കൂടാണ്ട് ബാക്കില് കാണാം. പിന്നെ ഇവിടെ നിന്നാണ് മറ്റേ ബട്ടർഫ്ലൈ ബീച്ചിലോട്ട് പോകണം. ഇവിടുന്ന് ബോട്ട് ചെയ്തിട്ട് പോകണം. അത് ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ ആർക്കെങ്കിലും ബോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രാജ്ബാഗ് ബീച്ചിലേക്ക് വന്നാൽ മതി. നല്ല ബീച്ചാട്ടാ, തീരെ ക്രൗഡിലൊന്നുമില്ല. എൻജോയ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇപ്പോഴും കാലാവസ്ഥയ്ക്ക് ഒരു ചെറിയൊരു ആ പുഴുക്ക കുറവുണ്ട് കേട്ടോ. അതെടുത്ത് വരേണ്ട കാര്യമാണ്. ഒരു ചൂട് കാറ്റല്ല അടിക്കണത് ബീച്ചിൽ നിന്നിട്ടും, ഒരു സമാധാനമുള്ള കാറ്റ് അടിക്കണം. വെയിലൊക്കെ ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെ വേറെ കാര്യം, മറ്റേ ഷാക്കൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പ്ലെയിൻ കാണിച്ചത് പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഷാക്കൊന്നും കാണാനില്ല. അതാണ് ഇവിടുത്തെ ഈ ഷോപ്പിംഗ് അല്ലെന്തോ ഷാക്കുകളില്ല. കുറച്ച് ക്രൗഡ് കുറഞ്ഞ സ്ഥലം. ഇതിന്റെ അപ്പുറത്ത് തന്നെയാണ് പാലോലം. അവിടെ വലിയ ക്രൗഡ് ഉണ്ട്. അത് കമ്പാരിറ്റീവ്ലി ഇവിടെ വെച്ച് നോക്കുമ്പോ ഇത് തീരെ ക്രൗഡ് ഇല്ല. പിന്നെ ഈ ഭയങ്കര വൈബിള ടൈപ്പ് റെസ്റ്റോറന്റുകളും കുറച്ച് കുറവാണ്. ഇത് ഇതിന്റെ ബാക്കിൽ മറ്റേ ഫോറിനേഴ്സ് ഉണ്ട്, നല്ല അടിപൊളി ചില്ല ചെയ്ത് നടക്കുന്നുണ്ട് അവര്. ലളിത് പ്രോപ്പർട്ടി ബാക്കിലാണ് ആ ഹോട്ടലിന്റെ അവരുടെ പ്രൈവറ്റ് ബീച്ചാന്ന് തോന്നുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് തന്നെ നമ്മൾ താമസിച്ചിരുന്നത്. ലളിത ആക്സസ് ചെയ്യുന്നവർക്ക് സുഖമാണ്, ബീച്ചാണ് ഫുള്ള്. ഇവിടുന്ന് ഞങ്ങൾ അടുത്തത് നോർത്ത് ഗോവ. അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ കയറും. അപ്പൊ അതെവിടെയാന്ന് പിന്നെ കാണാം നമുക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചത്, ഒരാള് വാങ്ങിച്ചതിന്റെ വില എല്ലാരും അറിയിക്കാൻ വേണ്ടിട്ടാണ്. പുതിയ ഡ്രസ് അറിയിക്കാൻ വേണ്ടിട്ടാണ്. ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ടാഗ് പോലും പൊട്ടിച്ചില്ല. അപ്പൊ എല്ലാ ഡ്രസ്സിന്റെ അവസ്ഥ ഇതായിരിക്കല്ലോ. അവിടെ ഇവിടെ കുത്തിക്കൊള്ളുമ്പോ ഇനി തപ്പി നോക്കേണ്ടി വരും. ഇതെങ്ങനെ വലിച്ചു പൊട്ടിക്കേണ്ടി വരും. നമ്മളിപ്പോ പാലോളത്തുനിന്ന് പഞ്ചമിലിന്റെ അവിടേക്ക് പോവാണ്. ഫുള്ള് ഹില്ലുകളാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ സൈഡ്. ശരിക്കും പറഞ്ഞ ഒരു കാമായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന സ്ഥലം നമ്മൾ കേട്ടിരുന്നു. അത് കറക്റ്റ് കേട്ടോ. ബീച്ചുകളിലാണെങ്കിൽ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല. മറ്റേ ഇനിയിപ്പോ റഷ് ആവോന്നറിയില്ല, ക്രിസ്മസിന്റെ ടൈം ആയിട്ടല്ലേ ഉള്ളൂ. ഈ വെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴക്കാറുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഒരു വെയില് കുറവുണ്ട്, അതാണ് ഒരു നല്ലൊരു സമാധാനം. മറ്റത് പുള്ളി പിടിക്കുകയല്ലോ, അതൊക്കെ അത് ഇല്ല. അതിനെ നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ചേട്ടാ? ഇവിടെ നമുക്ക് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. 60 ഏകദേശം 70 കിലോമീറ്റേഴ്സ് ഉണ്ട്. ശരിക്കും എൻജോയ് ചെയ്ത് പതുക്കെ ഇറങ്ങിയുള്ളൂ. നമ്മൾ ആദ്യത്തെ പ്ലാനില് ഇതുപോലെ പോണ വഴിക്ക് പഞ്ചമിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് താലിയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി, ഗോവൻ താലി ട്രൈ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോ നമ്മുടെ ബീച്ചിന്റെ പേര് അവിടെ എത്തുമ്പോ 3 മണിയാവും. നോർമലി താലീസ് ഒരു 2:30 ആകുമ്പോ തീരും. നമുക്ക് ഇതിനു മുന്നേ ഫാറ്റി ഫിഷിൽ പണ്ട് പോയപ്പോ നമ്മൾ 2:30 ആയപ്പോ എത്തിയത്. അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അങ്ങനെ വരുമ്പോൾ താലി തീരും. നോർമലി 2:33 ആകുമ്പോഴേക്കും തീരും. അപ്പൊ പിന്നെ എത്തിയിട്ട് കാര്യമില്ല. അപ്പൊ പോണ വഴിയിൽ എവിടെ നിന്നെങ്കിലും നമുക്ക് താലിക്കാം. അല്ല, നമ്മളിപ്പോ കുറച്ചുകൂടെ നേരത്തെ പോവായിരുന്നു. രാജ്ബാഗ് കണ്ടപ്പോ അവിടുത്തെ വൈബൊക്കെ കണ്ടപ്പോ കുറച്ച് നിന്നിരുന്നു. ഫോട്ടോ എടുക്കാൻ സൂപ്പർ. ഫോട്ടോ റീൽസ് പറ്റിയ സ്ഥലം. അതെ, ഫുള്ള് ഹിൽ സ്റ്റേഷൻസ്. ഈ ഇങ്ങനെ പോകുമ്പോ നല്ല അടിപൊളി റെസ്റ്റോറന്റുകളൊക്കെ കുറവുണ്ടോ. ഇപ്പൊ തിരക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ട് തോന്നുന്നു. ഇങ്ങനെ ഇതപ്പോ ഇന്നലെ ഇന്ന് ഇതുപോലെ റോഡിലൊന്നും വെഹിക്കിൾ ഉണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഇന്ന് വന്നപ്പോ ഇങ്ങനെ നിറച്ച വണ്ടികൾ വന്നിരിക്കുന്നുണ്ട്. 2 സൈഡും ഒരു ചെറിയൊരു ജംഗിൾ ഫീലൊക്കെയാണ് നമുക്ക്. മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഫോറസ്റ്റിൽ കൂടെ പോണ പോലെ ഇല്ലേ ഗോവ.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബീച്ചും ഇഷ്ടമാണ്, അതേപോലെ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യണം, ഫോറസ്റ്റ് ഇഷ്ടമാണ്. ശരിക്കും അത് രണ്ടും കൂടി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയാണ്. എന്താ പറയാ, ഫോറസ്റ്റിലേക്കുള്ള നല്ല ഡ്രൈവും കിട്ടും, ബീച്ച് വന്ന് ബീച്ചും എൻജോയ് ചെയ്യാം. നല്ലൊരു സ്ഥലമാണ് ഗോവ. ഒരു വൈബ് തന്നെയാണ്. ഗോവയിൽ പോകാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യട്ടെ. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് സൗത്ത് ഗോവ നല്ല അടിപൊളിയാണ്. അങ്ങനെ ക്രൗഡും ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. പിന്നെ അടിച്ചു പൊളിക്കേണ്ടവർക്കാണെങ്കിൽ നേരെ നോർത്ത് ഗോവ പോവാ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുത്ത് പറയുന്നത്. ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ. അപ്പൊ നമുക്കിനി കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോവാം അല്ലേ ചേട്ടാ? യെസ്, ചേട്ടാ ഇവിടെ മിണ്ടാണ്ട് കേച്ചോട്ടും ചെറുതായിട്ട് ഓർക്കൊക്കെ വരുന്നുണ്ട്. ഷൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സമയം 2:30 ആയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് റിച്ച് ക്ലാസിക്കിലാണ്. പക്ഷേ ഇവിടെ നല്ല ക്യൂ ആണ്. ഫുഡ് കിട്ടണമെങ്കിൽ ഉറപ്പില്ല താലി കിട്ടുമെന്ന്. ഞങ്ങൾ ഗോവൻ താലി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഉറപ്പില്ല എന്നാണ് പറയുന്നത്. താലി എപ്പോഴും വേണമെങ്കിലും കാലിയാവാന്നാ പറയുന്നത്. ഫുഡ് കിട്ടുമോ ഇല്ലയോ? ഗോവയില് താലി കഴിക്കാൻ വന്ന ഇതാണ് അവസ്ഥ. കഴിഞ്ഞ കൊല്ലം തന്നെയായിരുന്നു അവസ്ഥ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കൊല്ലം വരുമ്പോ ഒരു 1 മണിയാവുമ്പോഴേക്കെങ്കിലും വരാൻ നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും വെയിറ്റിംഗ് ഉണ്ടാവും. അതുകൂടി ഞാൻ സാധനം കിട്ടൂല. ഫൈനലി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആൾക്കാർ മറ്റേ സദ്യക്ക് നാട്ടിൽ പോയപ്പോൾ അവസ്ഥ ഏട്ടാ മറ്റേ സദ്യക്ക് നാട്ടിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ട്. ഒരാള് സീറ്റ് മാറുമ്പോ അടുത്താൾ വന്നിരിക്കുന്ന ഇത് ഇത് ഗോവയിലൊരു പേര് കേട്ടാണ് റിച്ച് ക്ലാസിക്. ഇവർക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ, അതാണ് ഇത്ര തിരക്ക്. പിന്നെ നമ്മള് എന്താ മർഗാവോ നമ്മളെ നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലമാണത്. ക്ലോവ പഞ്ചമക്ക് ഇതിന്റെ അടുത്തുകൂടെ പോവാ. പഴയ ഓൾഡ് ഗോവ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളാണ്. ഓൾഡ് ഗോവ പോലെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതില് ഓൾഡ് ഗോവ പോലെ ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ ഇരിക്കുന്നവര് ഇനി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നാണ് പറഞ്ഞത്. സദ്യക്ക് മറ്റേ അടുത്ത സീറ്റ് ഇട്ടാൻ വേണ്ടി പിടിച്ചേക്കൂലേ എന്ന പോലെയല്ലേ? ഫൈനലെത്തി. റൈസ്, മീൻകറി, ഫിഷ് ഫ്രൈ, മീൻകറി, പായസം, റൈസ് വൈറ്റ് റൈസ് ആണ് അല്ലേ? ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കറി മീൻകറിക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ മീൻകറിയൊക്കെ തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ടേസ്റ്റ് വ്യത്യാസം. നോക്കിയാൽ ഇതിലെന്താണുള്ളത്? കക്ക ഷെല്ല് ഉൾപ്പെടെയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ചൂടൻ നോക്കിയാ ഈ ചൂടൻ ബീച്ചിൽ പോയി തപ്പി നടക്കുന്ന സാധനങ്ങൾ ഇവിടെ. അവന്റെ പോക്കറ്റിലും ഷെല്ല്, അവന്റെ ഫുഡിലും ഷെല്ല്. ഡെസേർട്ട് എത്തിന് എന്ത് ഡോറ? ഫേമസ് ഡെസേർട്ട് ആണ്. പക്ഷെ നമ്മുടെ ബിസ്ക്കറ്റും മിൽക്ക് മെയ്ഡ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുറെ പേർക്ക് അറിയുന്നുണ്ട്. നമ്മുടെ ഇവിടെ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും. ഫുഡിൽ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊള്ളാം. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ ഗോവൻ താലി കഴിച്ചിറങ്ങി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ മിസ്സായിരുന്നു ശരിക്കും. കുറേ ടൈപ്പ് ആ ഒരു ഫിഷിൻ്റെ ഐറ്റംസിൽ പല ഐറ്റംസ് ഒക്കെ ആയിട്ട് നല്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെന്താ അപ്പോൾ പറഞ്ഞവർക്ക് ഇവിടെ ഗോവയിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ക്ലാസിക് അവിടെ ഉണ്ട്. നല്ലൊരു അവർക്ക് 3-4 ബ്രാഞ്ചസ് ഉണ്ട്. നല്ല ഇവിടുത്തെ പേര് കേട്ടതാണ്. എന്തായാലും റെക്കമെൻഡഡ് റെസ്റ്റോറന്റ് ആണ്. ബുക്കിംഗ് ഒന്നുമില്ല, നേരെ വന്ന് നമുക്ക് ഇവിടെ കയറാം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആ ഫുഡ് വിശക്കുമ്പോൾ വന്ന് വേഗം കഴിക്കാമെന്ന് വിചാരിക്കരുത്. കുറച്ച് നേരം നിൽക്കേണ്ടി വരും. അത് കണക്കൂട്ടിയിട്ട് വരാം കേട്ടോ. ഒരു താലിക്ക് അറൗണ്ട് 320 rupees ആണ് വരുന്നത്. പിന്നെ ഞങ്ങൾ സെറഡോറ കഴിച്ചില്ലേ? സെറഡോറയിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ സമയം ഇവിടെ എന്താ പറയുക ഇതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണോന്ന് അറിയില്ല.
ക്വാണ്ടിറ്റി കുറവായതുപോലെ തോന്നി. 150 റുപ്പീസാണ് ആ ചെറിയ കപ്പിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഐറ്റംസ് ഒന്നും അധികം ഇല്ലാത്ത പോലെ തോന്നി. ഒരു ലെയർ ക്രീമും ഒരു ലെയർ മാത്രം ബിസ്ക്കറ്റിൻ്റെ ആ ഇത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നോർമലി ഫോട്ടോസും ഇവരുടെ എല്ലാം തന്നെ കണ്ടേക്കണ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതങ്ങനെ ഫീൽ ചെയ്തു എനിക്ക്. ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആ പൈസക്കെല്ലാം അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക്. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പക്ഷെ ക്വാണ്ടിറ്റി വൈസ്. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇതൊരു മാളിലാട്ടാ, എന്താ പറയാ, മാർഗോവയിലൊരു മാളിലാണ് ഇവരുടെ ഇത് പറഞ്ഞത്. ക്ലാസിക് വയറൊക്കെ ഫുള്ളായി. നീ അടുത്ത സ്ഥലത്തേക്ക് എന്നിട്ട് ആകെ പോയിരിക്കുമ്പോഴാണ് എനർജി വന്നത്. ഗോവയിൽ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒട്ടനവധി മനോഹരമായ കാഴ്ചകളുണ്ട് കേട്ടോ. അതിൽ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ ബ്രിഡ്ജുകൾ. അതിൽ പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു മനോഹാരിത എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. പകലിന് ഒരു ഭംഗി, രാത്രിയിൽ ഇതെല്ലാം ലൈറ്റ് ഇട്ട് കാണുമ്പോൾ അതിന് വേറൊരു ഭംഗിയാണ്. അല്ല, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഗോവയും നോർത്ത് ഗോവയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജായ ന്യൂ സുവാരി ബ്രിഡ്ജ് കൂടെയാണ് നമ്മൾ പോണത്. ഇതിൻ്റെ ഓൾഡ് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട്. ഇതിന് കോമൺലി ഇവിടുത്തെ എല്ലാവരും പറയുന്നത് മനോഹർ സേതു എന്നാണ് പറയുന്നത്. ആ പേര് തന്നെ ഭയങ്കര ഒരു പേര് പോലെ തന്നെ മനോഹരമായ ഒരു ബ്രിഡ്ജ് ഉണ്ട് അത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പാരലൽ റോഡ് ഉൾപ്പെടെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 13 കിലോമീറ്ററാണ്. അതിൽ ഈ ബ്രിഡ്ജിൻ്റെ മാത്രം ലെങ്ത് വരുന്നത് ഒരു 640 മീറ്റർ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് നമുക്ക് വേറെ ഒന്നും നമ്മുടെ കണ്ണ് വേറെ എങ്ങോട്ടേക്കും പോവില്ല. ബ്രിഡ്ജിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ നമുക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ട് പോയി കഴിയുമ്പോൾ. ഇതിൻ്റെ നോർത്ത് ഫേസ് ഒരു 2022 ഫിനിഷ് ആയിട്ടുണ്ട്. സൗത്ത് ഫേസ് 2023 ഓപ്പൺ ആക്കി കൊടുത്തേക്കണം കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താ പറയുക സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ് ആണ് കേട്ടോ നമ്മുടെ ഈ സുവാരി ബ്രിഡ്ജ്. എന്തായാലും എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഓൾറെഡി ഇത് കൂടാണ്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക അടൽ സേതു ഉണ്ട് ബ്രിഡ്ജ്. അപ്പോൾ അത് നമുക്ക് അതും ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഇത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആ ഒരു ഫിനിഷിങ്ങും നമ്മൾ എന്താ പറയുക ആർക്കിടെക്റ്റിൽ ഒരു എൻജിനീയറിങ് മികവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഇത് രാത്രിയിൽ ഈ കേബിളുകളിലൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഭയങ്കര രസമായിട്ടുണ്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിതേ നോർത്ത് ഗോവയിലെ ഫേമസ് ആയുള്ള പഞ്ചിം ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുകയാണ്. അതില നമ്മൾ കയറുമ്പോ തന്നെ നമ്മുടെ ഒരു ചക്രം പോലെ ഫ്ലാഗ്, വലിയൊരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് ഇവിടെ. അത് കാണുമ്പോ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം. നമ്മുടെ ഫ്ലാഗ് ഇങ്ങനെ എന്ത് ചെയ്യാൻ വെച്ചിട്ടാ ഫ്ലാഗ് സല്യൂട്ട് ഫ്ലാഗ് കാണുമ്പോ ഫ്ലാഗും പിന്നെ ഒരു ലൈറ്റിന്റെ ഒക്കെ ഭംഗിയാണ്. ഇപ്പുറത്തെ കടലാണ്ടോ. ഇതാണ് എന്റെ ഭംഗി. ഇവിടെ ഷിപ്സുകളുണ്ട്, എത്രയോ കാസിനോസ് ആണ് അവിടെ, ഫുൾ കാസിനോസ്.
Casanhosa. I don't know what is Casanhosa. Wow. ശരിക്കും ഇതിന് ഹ്യൂജ് ആണ്. മറ്റേ അത് കണ്ടുപിടിച്ച അത് ഏത് പിടിച്ചാണോ നോക്കേണ്ടി വരും. ഇത് പിന്നെ റിവറിന്റെ ക്രോസ് ചെയ്തിട്ടായതുകൊണ്ട് ഇതിന് 3 ലൈൻ അല്ല 2 ലൈൻ. മറ്റേ സൈഡ് തന്നെ 3 ലൈനായി. ഇത് നീട്ടം കൊണ്ട് ഭയങ്കര, പക്ഷെ ഇതിനേക്കാൾ നീട്ടുണ്ടായിരുന്നല്ലോ. അത് എന്തുവലുതായിരുന്നു. ജമ്പൻസ് ആണ് നമ്മളെ അവിടെ ടെമ്പിൾ. ലൈറ്റ് എത്തി. അവളെ കത്തിച്ചു എല്ലാത്തിലും കത്തിയല്ലോ. കത്തിക്കണോ അവളെ കത്തിക്കും. കത്തിക്കണല്ലേ അവളൊക്കെ എന്നല്ല. അതെവിടെ എത്തിയപ്പോ വന്നു. Maybe I work on window. Bulbilla. അതാണ് കാര്യം. See, bulbilla ta vanna. Yes. This is all Bejara, I think, because longest. മുംബൈ കലിംകോട്ടെ. Famous Shayamam. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കലിംകോട്ടയല്ലേ നിന്നത്. ഓർമ്മയുണ്ടോ? നോർത്ത് ഗോവയിലേക്ക് എൻട്രി ചെയ്തു. തിരക്കുകൾ കണ്ടു തുടങ്ങി. ഇവിടെ ഇത്രയും ഇന്നലെ ഇന്നൊക്കെ നല്ല ഒരു തിരക്കില്ല, ഒരു ക്രൗഡില്ലാണ്ട് സുഖമായിട്ട് ഇരുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്ക് എൻട്രി ചെയ്തില്ല, ബ്രിഡ്ജ് അങ്ങോട്ട് ഇറങ്ങിയുള്ളതാ. ബ്ലോക്ക് കണ്ടു തുടങ്ങി. രക്ഷയില്ലാത്ത ബ്ലോക്ക്. ഇത്ര നിറഞ്ഞ് ഇത്രയും 8-9 കിലോമീറ്റർ ഉള്ള നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു. പക്ഷെ അത് എത്തണമെങ്കിൽ ഇനിയിപ്പോ 1 hour എടുക്കും തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒരു ആംബുലൻസ് എൻ്റെ ഇടയിലുണ്ട്, അതുപോലും പോകാൻ പറ്റുന്നില്ല, അത്ര ക്രൗഡാ. ഇവിടുത്തെ ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. അത് ബോഗൻ വില്ല വെച്ചിട്ട് എല്ലാവരെ പോലെ ഇരിക്കുന്ന വീടാ. ഇപ്പൊ നമ്മ കാണണേ പുറത്തോട്ടുണ്ട്. അതങ്ങോട്ടാ കാണില്ല, ഈ സൈഡിലേക്കുണ്ട്. ഓരോ വീടിന് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇത് 19 20. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ ക്രൂയിസെല്ലാം കിടക്കണേ. നോർത്ത് നോർത്ത് ഗോവ എത്തി. പഞ്ചിമിലെ ക്രൂയിസർ. ആകെ ക്രൗഡും വൈകും ആകെ സൗത്ത് ഗോവയിൽ not very ambient. So it's like, oh my god, this is so ambient. ഷോപ്പിംഗ്. 2 സ്ട്രീറ്റ് ഫുള്ള് എവിടേക്കൊക്കെ കണ്ണ് നോക്കുന്നത് ഐസ്ക്രീം. Yum! തിരക്ക് കുറഞ്ഞുട്ടോ. നേരത്തെ കണ്ടപ്പോൾ തിരക്കുണ്ടായിരുന്നു.
Sesame Toku. Sesame, sesame. തുറക്കൂ സീസർ തുറക്കൂ. Sesame, sesame. സീസർ ഒന്ന് തുറക്കൂ. സീസർ തുറക്കൂ. അബ്രക്കട. chicken. Gilly gilly shoo. റിസപ്ഷനാട്ടോ. ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപ്പോൾ ഏട്ടൻ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അവിടെ ബ്ലോക്കൊക്കെ ആയിട്ട് എത്തിയപ്പോൾ ഇതിന് ലേറ്റായി. നമ്മുടെ ചെക്ക് ഇൻ ടൈമിനേക്കാളും കുറച്ച് ലേറ്റായി. നല്ല രസമുണ്ട് ആ റിസപ്ഷനിൽ തീമൊക്കെ ചെയ്ത് വെച്ചിട്ട്. എനിക്ക് ഇങ്ങനത്തെ ഈ പ്ലേറ്റ്സ് പോലത്തെ സംഭവം, പ്ലേറ്റ്സ് എന്നൊക്കെ അല്ലാട്ട് പറയാൻ എന്താ എനിക്ക് പറയാമെന്നറിയില്ല. അത് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ തീമിനനുസരിച്ച് തീരില്ല. അതുകൊണ്ട് ഞാൻ എന്താ അത് വൈ അതെന്താ ഇച്ചോന് മാത്രം സെൻസ് ചെയ്യാണ്ടിരുന്ന്? നിന്റെ കയ്യിലൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ ഷെല്ലില്ലോണ്ടായിരിക്കും. ആ അതെ, ഷെല്ലെടുത്ത് പോക്കറ്റിൽ നിർക്കും. എടാ മമ്മിയുടെ ഡാഡിയുടെ കയ്യിലേ ഇലക്ട്രിക്കൽസ് ഇതില്ലേ, ഇലക്ട്രോണിക് ഐറ്റംസുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സെൻസ് ചെയ്യണത്. അതങ്ങനെയാണ്. വാച്ച്, നമ്മുടെ കയ്യിൽ കീസ് ഇതൊക്കെ ഉള്ളതുകൊണ്ടാ. ഓക്കെ, കാൻഡലം ഹോളിഡേയും നമ്മുടെ റൂം ടൂറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീട്ടിലാണ് താങ്ങിട്ട് പോകും. ഭയങ്കര വീട്ടിലേ ഞാനത് താങ്ങിട്ട് ചിട്ടാണ്. ഞാൻ വിട്ട് കഴിഞ്ഞായിട്ട് ചിലപ്പോൾ തെറിച്ച് പോകുമ്പോട്ട്. അപ്പൊ നമുക്ക് കണ്ടാലോ നമ്മുടെ റൂമൊക്കെ. കയറി വരുമ്പോ തന്നെ നല്ല വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നല്ല വാർഡ്രോബ് നല്ല രസമുണ്ട്. നല്ല ഗ്ലാസ് ഇട്ടിട്ടുള്ള വാർഡ്രോബ്. തട്ടിക്കഴിഞ്ഞാൽ പൊട്ടും ചെയ്യും. പിള്ളേരുള്ളവർക്ക് പറ്റിയ വാർഡ്രോബാണ്. വേണ്ട സാധനം ഇതൊന്നും കോംപ്ലിമെന്ററി അല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. കോംപ്ലിമെന്ററി ആയിട്ട് നമ്മുടെ ടീ സ്റ്റേഷൻസ് എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലോക്കർ ഉണ്ട്, മിനി ബാർ ഉണ്ട്. താഴെ മിനി ബാറിൽ അടിക്കേണ്ടവർക്ക് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളി ലോഡഡ് മിനി ബാർ. അത് ഗോവയാവുമ്പോൾ സ്പെഷ്യാലിറ്റി ആണ്. അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ വരുമ്പോ വലിയൊരു മിറർ ഉണ്ട്. അതിന് മാത്രം ഒരു കുറവില്ല. അതിന്റെ ഉള്ളില് നമുക്ക് വാഷ്റൂമാണ്. മിറർ തന്നെ ഡോറില്ല. പ്രത്യേക ടൈപ്പ് ബാത്തബ്. ഇതിലേക്ക് എങ്ങനെ ഇറങ്ങുന്നു മാത്രമേ. പക്ഷെ എനിക്കൊരു സംശയം ഇത് കാണുമ്പോ കുറച്ച് നീട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ, ഈ 6 അടിയൊക്കെ നിൽക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ വിട്ട് കുറവാണ്. പിള്ളേർക്ക് അടിപൊളിയാണ്. പിന്നെ ഷവർ ഏരിയയും ടോയ്ലറ്റ് ഏരിയ ഒക്കെ കമോഡ് ഏരിയ ഒക്കെ സെപ്പറേഷൻ ഉണ്ട്. ബാക്കി ബേസിക് എമ്യൂണിറ്റീസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ് പിന്നെ ഷട്ടർ ഉണ്ടോ എന്ന് അറിയത്തില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കുളിക്കുന്നുണ്ട്. ഷവർ ഏരിയ അപ്പുറത്ത് വരെ ഉണ്ടല്ലോ. അപ്പൊ അതായതാണ് നമ്മുടെ ബെഡ് സ്പേസ്. ബെഡ് സ്പേസിന്റെ അവിടെ കുറച്ച് തീമൊക്കെ രസമായിട്ടുണ്ട്. ഇവിടെ ഒരു ടി വി ഉണ്ട്. ഇവിടെ വന്ന വഴിക്കുന്ന കുറെ ചെറിയൊരു കൗച്ചിട്ടുണ്ട്. Cloud9 പോയിനെ അതുപോലെ റോക്ക സ്പ്രിംഗ് പോലെ. As you can see. അത് കൂടാണ്ട് ഇവിടെ ഒരു ഓഫീസ് സ്പേസ്. നമ്മളിവിടെ എത്തിയപ്പോ ഒരു വൈകിട്ടായി. അപ്പൊ 6:87 ആയി. ഇവിടുന്ന് നമുക്ക് 5 minutes വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ബീച്ചിലേക്ക്. ഇവിടെ എന്താണെന്നുള്ള കാഴ്ച ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല. നാളെ കാണാം. നല്ല എന്താ പറയാ, കടലിൽ പോകുമ്പോ നമ്മുടെ ഒരു മണം ഉണ്ടല്ലോ, മീനുകളുടെ ഒക്കെ ഒരു മണം. ആ ഒരു മണം ഇവിടെ അടിക്കുന്നുണ്ട് നിൽക്കുമ്പോ. അത് ബീച്ച് അടുത്തായതുകൊണ്ടാണോ ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല നമുക്ക്. നാളെ കാണാം. ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. കാറ്റും കൊണ്ടിരിക്കുക. കാറ്റുണ്ട് ഇവിടെ. ഇവിടെ എത്തിയപ്പോഴും കാറ്റുണ്ട്. ചെറിയൊരു ചൂടുണ്ടെന്ന് തോന്നുന്നു.
തോന്നുന്നു മറ്റടുത്ത് അപേക്ഷിച്ച്. ഞാൻ അതിന്റെ അപ്ഡേറ്റ് നാളെ പറയാം. സൗത്ത് ഗോവയിലാണ് തണുപ്പ്, ഇവിടെയാണ് വ്യത്യാസങ്ങൾ. അടുത്ത 3-4 ഡേയ്സിലേക്ക് നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ റൂം ടൂർ കാണിക്കുന്നത്. നമ്മൾ ഒട്ടും തന്നെ ഹാപ്പി ആയിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. നമ്മളിത് 5 സ്റ്റാർ ഹോട്ടലാണ്. അടുത്ത 3-4 ഡേയ്സിലേക്കുള്ള പേയ്മെൻറ്റ് നമ്മൾ അഡ്വാൻസ് പേ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതും ഏറ്റവും പീക്ക് ടൈമിൽ പീക്കായിട്ടുള്ള പ്രൈസ് ഫുൾ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് വരുമ്പോൾ എപ്പോഴും ഒരു നല്ലൊരു വാമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വെൽക്കമിങ് ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ വന്നോ, നിങ്ങൾ താമസിച്ചോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതുമാത്രമല്ല നമുക്ക് ഈ റൂം നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പലതും നമുക്ക് ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, നമുക്ക് തന്നിരുന്ന ടവൽസ്, അങ്ങനെ അതൊന്നും പ്രോപ്പർ ക്ലീൻ ആയിരുന്നില്ല. ഇവിടെ കിടക്കുന്ന കൗച്ച് ഇതൊക്കെ ഭയങ്കര ഡേർട്ട് ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ട്, ക്ലീൻ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ നമുക്ക് ഇവിടെ വന്ന ഫസ്റ്റ് ഡേ തന്നെ. ഡിന്നർ കഴിക്കാൻ എത്തിക്കാൻ കുറച്ച് സാധനം കാണിച്ചോളാം. ട്രീ പൊട്ടിച്ചേക്കാൻ വൈറ്റ് ചോക്ലേറ്റാ, റെഡ് വെൽവെറ്റ്. ചോക്ലേറ്റ് എന്ന് പറയില്ല ഡ്രസ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് പാസ്ത ഉണ്ട്, കുറച്ച് നൂഡിൽസ് ഉണ്ട്, കുറച്ച് ഇലവർഗ്ഗങ്ങൾ, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ. ഹലോ കത്തിച്ചിരിക്കാനായി. അപ്പൊ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. അതന്നെ ഫുള്ള് കാട് പിടിച്ചിരിക്കുന്നത്. ഞാൻ രാവിലെയാണ് കാട്ടുന്നത്. എനിച്ചപ്പോ ചതുപ്പാന്ന് തോന്നുന്നുണ്ട്. ഈ കണ്ടൽക്കാടില്ലേ അതുപോലെ ഉണ്ട് കണ്ടിട്ട്. നമ്മളിത് കാൻഡോലം ബീച്ച് നമുക്ക് ഇവിടുന്ന് 5 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇത് മറ്റേ എന്താണ് ചതുപ്പും കണ്ട ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. മറ്റേ കണ്ടൽക്കാടുകളോണൊക്കെ ആണ് ആ കാണുന്നതൊക്കെ. പക്ഷെ നല്ലോണം നല്ലൊരു ഡിസ്റ്റൻസ് ഫുള്ളും അങ്ങനെ തന്നെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ രാവിലെ വെതറിൽ സണ്ണ് വന്നെങ്കിലും ചെറിയൊരു തണുത്ത കാറ്റുണ്ട് കേട്ടോ. നമുക്ക് സൗത്ത് ഗോവയിൽ നിന്നപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പക്ഷെ സൗത്ത് ഗോവയിൽ കുറച്ചും കൂടി തണുത്ത കാറ്റുണ്ടെന്ന കാലത്തൊരു മഞ്ഞ കണ്ടിരുന്നു. ഇവിടെയും ഒരു ചെറുതായിട്ട് അത് കണ്ട ദൂരത്തേക്ക് ഒരു മഞ്ഞ പോലെയൊക്കെ ഉണ്ട്. ചെറിയ തണുത്ത കാറ്റുണ്ട്. പിന്നെ ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ നല്ലോണം മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടേ എന്താ പറയുക, നല്ല ഒരു വെതറാണല്ലോ എല്ലായിടത്തും. നാട്ടിലും എല്ലാവരും പറയണ്ടല്ലോ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല വെതറായിരുന്നു എന്ന് പറയും. സൂര്യൻ ചേട്ടൻ അവിടെ നല്ല കത്തി നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി കാഴ്ചകൾ. ഇതിവിടെ ഇഷ്ടംപോലെ അതെ ചേട്ടാ തത്തേൻ്റെ അവിടെ പാരച്ചിൻ്റെ അവിടെ അതെ താഴെ ഇഷ്ടംപോലെ പല ടൈപ്പ് പാരച്ചൊക്കെ വിതർക്കുന്നുണ്ട്. നമ്മൾ 5th ഫ്ലോറിലാണത്. അതുതന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട്. താഴെ പാരച്ചുണ്ട് നോക്കൂ, അവിടെ ഉണ്ട്. അവിടെ ഇന്നലെ കാണിച്ചെന്നുണ്ടെങ്കിൽ ചേട്ടാ ഇന്നലെ ഇവിടെ ഡ്രസ്സ് ഇടാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഇതുണ്ട് ഇവിടെ. വാളുമ്പം തന്നെയുള്ളൊരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. ഇങ്ങനെ നല്ലതായില്ല നമ്മൾ ഈ ചെയറിലൂടെ കൊണ്ടുവരണമല്ലോ ഫുള്ള്. ഗോവയിൽ പീക്കോക്കില്ല എന്നാരും പറയുന്നുണ്ട്. പീക്കോക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടല്ലോ കാട്ടിപ്പോയ ഇത് ഹോട്ടലിന്റെ സൈഡിലുള്ള നമ്മുടെ ബാൽക്കണി നോക്കുമ്പോൾ കുറെ പാരറ്റ്സ് രാവിലെ ഇവിടെ പീക്കോക്കിനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയേക്കാണ്. ഇവിടെ എല്ലാവരും പ്ലേറ്റ് നിറച്ച് കുറേ സാധനങ്ങൾ. എന്താണ് കഴിച്ചോണ്ടിരിക്കണം? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അതിലൊരു സാധനം കുറവുണ്ടല്ലോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന്റെ. നമ്മുടെ ബീൻസ് അത് കണ്ടില്ല. കണ്ടില്ല, എവിടെയെങ്കിലും ഇരിപ്പുണ്ടോന്നറിയില്ല.
ഷെപ്പ് ചോക്കി അപ്പൊ അപ്പൊ ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ. ഉണ്ടല്ലോ അത് ഒരു വേറെ ടൈപ്പ് തന്നെ ഫീല്. വേറൊരു വൈബാ ഉണ്ടാ.